പെരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ ഫയലിൽ സ്വീകരിക്കുന്ന നടപടി നീളും. ജനുവരി 27-നാണ് കേസ് കലൂരിലെ വിചാരണ കോടതി വീണ്ടും പരിഗണിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട ഇ.ഡി. സമൻസിൽ പ്രതികളായ മുൻ മന്ത്രിമാർ കൂടിയായ കെ രാധാകൃഷ്ണനും എ.സി. മൊയ്തീനും നേരിട്ട് ഹാജരായിരുന്നില്ല. രണ്ടാംഘട്ട കുറ്റപത്രം സമർപ്പിച്ച് 6 മാസം പിന്നിടുകയാണ്. മെയ് 26-നായിരുന്നു അന്വേഷണം പൂർത്തിയാക്കി ഇ.ഡി. കുറ്റപത്രം സമർപ്പിച്ചത്. കുറ്റപത്രം പരിശോധിച്ച് കോടതി ഫയലിൽ സ്വീകരിക്കുന്നതാണ് ആദ്യഘട്ടം. ഓഗസ്റ്റ് 23-ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് രണ്ടാംഘട്ട കുറ്റപത്രത്തിലെ 28 പ്രതികൾക്കും കലൂർ PMLA കോടതി നോട്ടീസ് നൽകിയിരുന്നു. മുൻ മന്ത്രിമാരായ കെ രാധാകൃഷ്ണനും എ.സി. മൊയ്തീനും ഈ ദിവസം വിചാരണ കോടതിയിൽ നേരിട്ട് ഹാജരായിരുന്നില്ല. CPM നേതാക്കളായ പ്രതികൾക്ക് വേണ്ടി അഭിഭാഷകരായിരുന്നു ഹാജരായത്. 68-ാം പ്രതിയായ CPM പാർട്ടിക്ക് വേണ്ടി തൃശൂർ ജില്ലാ സെക്രട്ടറിയും അന്ന് ഹാജരായിരുന്നില്ല. ആദ്യഘട്ട കുറ്റപത്രത്തിലെ പ്രതികളായ പി സതീഷ് കുമാർ, PR അരവിന്ദാക്ഷൻ എന്നിവർ മാത്രമായിരുന്നു കോടതിയിൽ ഹാജരായിരുന്നത്. ആദ്യഘട്ടത്തിലെ പ്രതികൾക്ക് വേണ്ടി രണ്ടാംഘട്ട കുറ്റപത്രവും രണ്ടാംഘട്ട കുറ്റപത്രത്തിലെ പ്രതികൾക്ക് ആദ്യഘട്ട കുറ്റപത്രത്തിന്റെ പകർപ്പുകളും കൈമാറിയിട്ടുണ്ട്. CPIM പാർട്ടി 68-ാം പ്രതിയും മുൻ മന്ത്രിയും CPM മുൻ തൃശൂർ ജില്ലാ സെക്രട്ടറിയുമായ എ.സി. മൊയ്തീൻ കേസിൽ 67-ാം പ്രതിയും മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ് 69-ാം പ്രതിയും മുൻ മന്ത്രിയും മുൻ സ്പീക്കറും മുൻ ജില്ലാ സെക്രട്ടറിയുമായ കെ രാധാകൃഷ്ണൻ MP 70-ാം പ്രതിയുമാണ്. CPMന്റെ ലോക്കൽ തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള 8 നേതാക്കളാണ് കരുവന്നൂർ കള്ളപ്പണക്കേസിലെ രണ്ടാംഘട്ട കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ജനം, കൊച്ചി.